പാലക്കാട് ആലത്തൂർ സ്വാതി ജംഗ്ഷനിലെ ദേശീയപാത ഇടിഞ്ഞു താഴുന്ന സംഭവത്തിൽ ദേശീയപാത നിർമ്മാണ കമ്പനിക്കെതിരെ കെ രാധാകൃഷ്ണൻ എം പി ബദൽ സൗകര്യങ്ങൾ ഒരുക്കാതെയാണ് ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചതെന്ന് എം പി ആരോപിച്ചു. നിരവധി തവണ നിർമ്മാണ കമ്പനിയോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഇത് ചെവിക്കൊണ്ടില്ല എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇത് നേരത്തെ തന്നെ നോക്കേണ്ടതായിരുന്നു. വലിയ മഴ വരുന്നതിന് മുമ്പ് തന്നെ കളക്ടറേറ്റിൽ അടുത്ത ദിവസം യോഗം ചേർന്നപ്പോൾ ഞങ്ങൾ MLA-മാരും ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചതാണ് എവിടേക്കാണ് ഡേഞ്ചറസ് പ്ലേസ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ വേഗം പണി പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് നടന്ന കുഴപ്പമുണ്ടെന്നുള്ള കാര്യം മുന്നേ അറിയില്ലായിരുന്നു. കൃത്യമായിട്ടൊരു മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടാകേണ്ടതായിരുന്നു. ടോൾ പിരിക്കാൻ ഇവർക്ക് സാമർത്ഥ്യം കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള സംവിധാനം ഒരുക്കുന്നതിൽ പരാജയമാണ്. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീത്ത് MP ചൂണ്ടിക്കാട്ടുകയായിരുന്നു ടോൾ പിരിക്കാൻ വലിയ ഉത്സാഹമാണ്, പക്ഷേ മറ്റു കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒരുക്കുന്ന നടപടിയോ ഒന്നും ഉണ്ടാകുന്നില്ല എന്ന്. ഈ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ അറ്റകുറ്റപ്പണി നടത്തുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ നേരത്തെ തന്നെ ഈ കമ്പനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ദേശീയപാത ഇടിഞ്ഞു താഴുന്ന സംഭവം കൂടി വന്നതോടുകൂടി ആ വിമർശനം ശക്തമാവുന്നു. എന്താണ് MP-യും നാട്ടുകാരും ഒക്കെ പറയുന്നത് ശ്രീത്ത്? നാട്ടുകാരുടെ വാക്കു തന്നെയാണ് MP-യുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ MP-യുടെ നാക്കിൽ നിന്നും വരുന്നത്. അതിൽ വളരെ കൃത്യമായ രീതിയിൽ MP കെ രാധാകൃഷ്ണൻ പറയുന്നുണ്ട്, ഈ ടോൾ പിരിക്കാനുള്ള ഉത്സാഹം ഈ നിർമ്മാണത്തിൽ കാണിക്കുന്നില്ല എന്നാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പല മേഖലകളിലും, അത് കുഴൽമന്ദം ആയിക്കോട്ടെ, ആലത്തൂർ സ്വാതി ജംഗ്ഷൻ ആയിക്കോട്ടെ, വടക്കഞ്ചേരി ആയിക്കോട്ടെ, ഈ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ പല മേഖലകളിലും ഏതാണ്ട് മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടാണ് ആളുകൾ എല്ലാവരും തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് നഗരം മുതൽ ലുലു മാളിന് സമീപം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വലിയ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണിക്കൂറുകളോളം സമയമെടുക്കുകയാണ്. ദേശീയപാത നിർമ്മാണ കമ്പനിക്കെതിരെ ഇത്തരത്തിലുള്ള രൂക്ഷമായ ആരോപണങ്ങൾ നാട്ടുകാർ ഉയർത്താൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. സമാനമായ രീതിയിൽ ഇന്ന് രാവിലെയാണ് ഒരു വലിയ ഗർത്തം പോലെ റോഡ് ഇടിഞ്ഞു താഴുന്ന ഒരവസ്ഥ ആലത്തൂർ സ്വാതി ജംഗ്ഷനിൽ ഉണ്ടായത്. ഇതാണ് MP-യെയും ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏതാണ്ട് 2 മണിക്കൂറുകൾക്കകം തന്നെ, വാർത്ത പുറത്തറിഞ്ഞ് 2 മണിക്കൂറുകൾക്കകം തന്നെ MP ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. രൂക്ഷ വിമർശനം ഈ ഉദ്യോഗസ്ഥരോട്, കരാർ കമ്പനിയുടെ ആളുകളോട് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. പക്ഷേ അവർ പറയുന്നത് തൊട്ടപ്പുറത്ത് ഒരു കൾവർട്ട് ഉണ്ടായിരുന്നു എന്നത് അവർ അറിഞ്ഞിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തൊട്ടപ്പുറത്ത് കൾവർട്ട് ഉണ്ടായിരുന്നത് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു അശാസ്ത്രീയമായ നിർമ്മാണമാണ് ആ മേഖലയിൽ നടന്നിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാമെന്ന് MP പറഞ്ഞു വെക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിരവധി തവണ കളക്ടറും അതുപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് യോഗം നടത്തിയതാണ്. പക്ഷേ ഈ യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളൊന്നും തന്നെ നടപ്പാക്കുന്നില്ല ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ ഈ കരാർ കമ്പനിയും എന്ന ആക്ഷേപം ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തൊട്ടടുത്ത ദിവസം വീണ്ടും ചർച്ച ചെയ്യാൻ യോഗം വിളിക്കുമെന്നാണ് കെ രാധാകൃഷ്ണൻ MP-യും അതുപോലെ തന്നെ സ്ഥലത്തെത്തിയ തരൂർ MLA PP സുമോദും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം ആളുകൾക്ക് ഈ ഒരു ഘട്ടത്തിലുണ്ട്. ആ പ്രതിഷേധം തന്നെയാണ് MP-യുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. TK ആലത്തൂർ സ്വാതി ജംഗ്ഷനിലെ ദേശീയപാത ഇടിഞ്ഞു താഴുന്ന സംഭവത്തിലാണ് വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, കെ രാധാകൃഷ്ണൻ MP-യുടെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പോൾ ഉയരുന്നത്. ശ്രീകുമാരൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പാലക്കാട്ട് നിന്ന്.